പള്ളി ഒരു 12 വർഷത്തിലൊരിക്കൽ പുതുക്കി പണിയും. ഇതെന്തിനാ പുതുക്കി പണിയുന്നത്? കാരണം ഒന്ന് നശിച്ചു പോകുമ്പോ എന്താ വെച്ചാൽ അതിന്റെ ഊർജം കുറഞ്ഞു. കുഴിച്ചിട് എങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാരും ചെയ്യുന്നതാണോ? കന്നി മൂല എന്നുള്ള കോൺസെപ്റ്റ് തെക്ക് പടിഞ്ഞാറ് മൂല. ഇവിടെയാണ് സമൃദ്ധി സമ്പത്ത് ഉണ്ടാകേണ്ടതെന്നാണ്. മുസ്ലിം പള്ളികളിൽ മുസ്ലിം പിന്നെ ഞാൻ മലപ്പുറത്തുള്ള 1-2 പള്ളിയൊക്കെ കുറ്റിയടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാം. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവത്തിന് അനുസരിക്കുന്നവൻ. ഏറ്റവും വലിയ ദൈവത്തിന് അനുസരിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ സൂര്യൻ എന്നാ പറയുക. ഒന്നും ഇസ്ലാമിനെതിരല്ല, അതായത് ദൈവത്തിനെതിരല്ല. അപ്പൊ ശരിക്കും മറ്റു മതസ്ഥർക്ക് ഇതിങ്ങനെ പുറത്ത് പറയാതെ ചെയ്യുന്നതാണോ? അതാണ് അധികം സമൂഹം പ്രശ്നമാക്കുമല്ലോ എന്നുള്ള പേടിയാണ്. ഇപ്പം ബുർജ് ഖലീഫ എല്ലാരും പേർക്ക് അതിനെന്ത് വാസ്തു എന്നോ, പക്ഷെ അതിനും വാസ്തു ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും വലിയൊരു കെട്ടിടം അത് കൃത്യമായിട്ട് നിർത്താൻ പറ്റുന്നത്. നേരെ മറിച്ച് അതാണ് ഓരോ നാടും അവിടെ ഉണ്ടായിട്ടുള്ളതും അതിനനുസരിച്ചിട്ടാണ് ഓരോന്ന് രൂപപ്പെട്ടത്. അതെ. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയിടത്തേക്ക് ക്രിസ്ത്യാനികൾ കൂടുതലായി വാസ്തു നോക്കുന്നതായിട്ടുണ്ടോ? എൻ്റെ ഒരു പകുതി ശതമാനം ഇത് എന്താ പറയാ, എനിക്കൊരു ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 7ാം ക്ലാസ് വരെ ഞാൻ സൺഡേ ക്ലാസ്സുകൾക്ക് പോകാറുണ്ടായിരുന്നു. അത് CSIന്റെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു CSIന്റെ അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഞായറാഴ്ചയുള്ള സൺഡേ ക്ലാസ്സുകൾ കൂടും. അതുകൊണ്ട് തന്നെയാണ് കുറെ അങ്ങനെയുള്ള പഠിക്കാൻ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് അത് വളരെ ഉപകാരമായിട്ടുണ്ട് എനിക്ക്. അല്ല, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാസ്തു നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജാതി മതം എന്നൊന്നുള്ളതല്ല. ഇപ്പൊ പറയാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ശരിക്കും വാസ്തുള്ള പ്രധാന ഘടകം. അപ്പം ഞാൻ ക്രിസ്ത്യൻ ഭവനത്തിൽ പോയാൽ ഞാൻ ചോദിക്കുന്നതാണ്, ഈശ്വരൻ എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്? മണ്ണുണ്ട്. ഈ മണ്ണ് മാത്രമേ അറിയുള്ളൂ, തലേൻ്റെ ഉള്ളിലുള്ള കാര്യമല്ല ചോദിച്ചത്. മണ്ണ് വെള്ളം കൂട്ടി കുഴച്ചു, ചൂളക്ക് വെച്ചു, അവസാനം ശ്വാസൂതി. ഇതാണ് ബൈബിളിൽ പറയുന്നത്. ക്ലിയർ? അതായത് യു ആർ മെയ്ഡ് അപ്പ് ഓഫ് 5 elements. നിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഇതൊരു കാവ്യാത്മകമായിട്ട് ബൈബിളിൽ പറഞ്ഞതാ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അപ്പൊ ഇന്ന സ്ഥലത്താണ് വായു വേണ്ടത്, ഇന്ന സ്ഥലത്താണ് ഭൂമി ഉള്ളത്, അപ്പൊ ഇന്ന സ്ഥലത്ത് അഗ്നി വേണം, ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സമൃദ്ധി വരും. പക്ഷെ വളരെ ഒരുപാട് സ്നേഹം പറയുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് സ്നേഹവും ഹൃദയത്തിന്റെ ഭാഷയാണ്. ഒരുപാട് സ്നേഹവും അനുകമ്പ ഇതൊക്കെയാണ്. പിന്നെ അതിലെന്താണെന്ന് വെച്ചാൽ എല്ലാം ശാസ്ത്രങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നാണ്, ഉൾക്കൊള്ളുക എന്നാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കുറേ കൂടി സമൃദ്ധിയിലേക്ക് വെക്കും. ഇപ്പൊ പള്ളി ഒരു 12 വർഷത്തിലൊരിക്കൽ പുതുക്കി പണിയും. ഇതെന്തിനാ പുതുക്കി പണിയുന്നത്? കാരണം ഒന്ന് നശിച്ചു പോകുമ്പോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഊർജം കുറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിനൊരു പുനരിതാക്കുകയാണ്. അപ്പൊ എവർ ന്യൂ എന്നുള്ളത് ശരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുമല്ല, ഞാൻ പറയാം കുറച്ച് കൂടുതലായിട്ട് ഓരോരിക്കും പള്ളി ഉണ്ടാക്കുമ്പോൾ വാസ്തു നോക്കുന്നത് ക്രിസ്ത്യാനിറ്റിയില്ല. അതെ, ഞാൻ മറ്റൊരു ഇപ്പോ ഞങ്ങള് വീട് വെച്ച സമയത്ത് കന്നിമൂലയില് കുറച്ച് സാധനങ്ങൾ ഈ കല്ലിന്റെ കൂടെ കുരിശ് വെച്ചിട്ടുണ്ട്, ഒരു സ്വർണ്ണ കുരിശ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ആരോടോ സംസാരിക്കുമ്പോ കുഴിച്ചിട് എങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാരും ചെയ്യുന്നതാണോ? ഇത് കന്നി മൂല എന്നുള്ള കോൺസെപ്റ്റ് തെക്ക് പടിഞ്ഞാറ് മൂല. ഇവിടെയാണ് സമൃദ്ധി സമ്പത്ത് ഉണ്ടാകേണ്ടതെന്നാ. അതായത് നമ്മൾ സേവിങ്സിന്റെ സ്ഥലമാണ് ഇത്. അപ്പൊ ഒരു സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട സ്ഥലം എവിടെയാ? അവിടെ തന്നെയാണ്, തെക്ക് പടിഞ്ഞാറ്. അത് ഫയർ കാച്ചസ് ഫയർ എന്നാ. അവിടെ സ്വർണ്ണവും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ അത് ഇങ്ങനെ ആകർഷിക്കും. വേണമെങ്കിൽ പരീക്ഷ നോക്കിക്കോളൂ. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ടേക്ക് തിരിച്ചിട്ട് ഒരു അലമാര വെക്കുക, എന്നിട്ട് അതിലേക്ക് സമ്പത്ത് സമൃദ്ധി വരണം എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ കന്നിമൂലയിൽ കുരിശ് വെക്കണ്, അല്ലെങ്കിൽ സ്വർണം വെക്കണ്, ഇതൊക്കെ എല്ലാ നാട്ടിനും നടപ്പനുസരിച്ചിട്ട് അത് ചെയ്യണം. അലമാര വെച്ചാൽ അവിടെയൊക്കെ സാമ്പത്തികമായിട്ട് വരും. നമ്മൾ ഏത് ഉഗാണ്ടേ പോയിക്കോളൂ, പക്ഷേ വീട്ടിന്റെ ആധാരവും പൈസയൊക്കെ എവിടെ ഉണ്ടാവണോ തെക്ക് പടിഞ്ഞാറുള്ള റൂമിൽ എത്തിക്കൊള്ളാം. അതെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ എപ്പോഴും മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം എവിടോ നമ്മൾ അവിടെ ഇവിടെയും പൈസ വെച്ചിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കിടന്നുറങ്ങണം അവിടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സമ്പത്തൊക്കെ ഉണ്ടാകുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആകുക. അപ്പൊ ഇതൊരു സയൻസാ, വാസ്തു ശാസ്ത്രം എന്നാ. അപ്പൊ ആ ശാസ്ത്രം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് സമൃദ്ധി ഉണ്ടാവും. അതിനിപ്പോൾ ഈ ഇസ്ലാം ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, എല്ലാവരും ഇതോ. ഞാൻ ഈവൻ പാർസീസിൻ്റെയും അതുമാതിരി തന്നെ പഞ്ചാബീസിൻ്റെയും അവർക്ക് വേറൊരു
ഇതുണ്ട്. ഇവൻ സ്വരാഷിയൻസിനടക്കം ഞാൻ നോക്കിയിട്ടുണ്ട്, അവർക്ക് സെന്റ് അവസ്ഥ എന്ന് പറയും, അഗ്നിയാണ് അവരുടെ ദേവത. അങ്ങനെയുള്ളവർക്ക് പോലും അവരൊക്കെ വാസ്തുവിനെ ഗംഭീരമായിട്ടാണ് യൂസ് ചെയ്യുക. മുസ്ലിം പള്ളികളിൽ മുസ്ലിം പിന്നെ ഞാൻ മലപ്പുറത്തുള്ള 1-2 പള്ളിയൊക്കെ കുറ്റിയടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാം. ഇതൊന്നും പുറത്തല്ല. ഇതെന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ ഈ അറേബ്യൻ നാടുകളിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ജാതി മതമൊക്കെ ഉള്ളത്. ഇവൻ എന്താ പറയുക, ഫുജേറയിലും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പാലസിൻ്റെ അടക്കം വാസ്തു ഞാൻ നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ അങ്ങനെയുള്ള കുറ്റിയടിച്ചതും ഉണ്ട്. അല്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവത്തിനെ അനുസരിക്കുന്നവനാ. അതായത് ഇപ്പൊ ഏറ്റവും വലിയ ദൈവത്തിനെ അനുസരിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ സൂര്യൻ എന്നാ പറയുക. അതായത് ഒരു ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്, അതേപടി തന്നെ ചെയ്യണ്. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇസ്ലാമിനെതിരല്ല, അതായത് ദൈവത്തിനെതിരല്ല. അപ്പോൾ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക, അത് പാലിക്കുക, ഇത് ഈശ്വരനെ അനുസരിക്കല. അപ്പൊ ഒരിക്കലും ഒരു ജാതിയും മതമൊന്നും വാസ്തുവിനെതിരല്ല. അതാണ്. അപ്പൊ എല്ലാവർക്കും അത് ഉപയോഗിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാല് ചില കുറഞ്ഞ ബോധം മാത്രമുള്ളവരെന്ത് പറയും, ഇത് ശരിയാണ് മറ്റേത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. എന്നിട്ടോ അവര് മെല്ലനെ സാറേ ഒന്ന് വരണം കേട്ടോ, പക്ഷെ രാത്രി അതിന്റെ ശേഷം മാത്രം അപ്പൊ ശരിക്കും മറ്റു മതസ്ഥരൊക്കെ ഇതിങ്ങനെ പുറത്ത് പറയാതെ ചെയ്യുന്നതാണോ? അതാണ് അധികം സമൂഹം പ്രശ്നമാക്കുമല്ലോ എന്നുള്ള പേടിയാണ്. പക്ഷെ സമൂഹത്തില് പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ഥലത്തും ഇപ്പം ബുർജ് ഖലീഫ എല്ലാരും വിചാരിക്കും അതിനെന്ത് വാസ്തു എന്നോ, പക്ഷെ അതിനും വാസ്തു ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും വലിയൊരു കെട്ടിടം അത് കൃത്യമായിട്ട് നിർത്താൻ പറ്റുന്നത്. വാസ്തുപരമായിട്ട് ബുർജ് ഖലീഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ബുർജ് ഖലീഫയുടെ അതിൽ നിർത്തിയിരിക്കുന്നത് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി സാധാരണ വാസ്തുവിൽ ഇല്ലാത്തതാണ്. ആ ഒരു പ്രോപ്പർട്ടി വാസ്തുശാസ്ത്രത്തിൽ എന്താണോ പറയുന്നത് അതേപടി ഉൾക്കൊണ്ടിട്ടാണ് ബുർജ് ഖലീഫയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്ഷനും അത് നോക്കിയിട്ടുണ്ട്. ഡയറക്ഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് എല്ലാ റൂമുകളൊന്നും പറയണില്ല, ചില അതിൻ്റെ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ നോക്കിയിട്ട് വടക്ക് നോക്കിയൊക്കെ വെച്ചിട്ട് തന്നെയുള്ള സ്ഥലങ്ങളുണ്ട് അതിൽ. പിന്നെ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഉയരം കൂടുന്തോറും നമുക്കൊരു വാക്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇതാകട്ടെ. അപ്പം മുകളിൽ എപ്പോഴും പോയി നോക്കിയാൽ അറിയാം നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് ഒരു എഫക്റ്റ് വരും. ഇത് യഥാർത്ഥത്തിൽ ഈ വാസ്തുവിൽ ഒരു വൈമാനികം എന്ന് പറയുക, അതായത് പറഞ്ഞാൽ ഈ ഫ്ലൈനില്ലേ എന്താ പറയുക ഹെലികോപ്റ്റർ പ്ലെയിനൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഉള്ള ഒരു സാധനം. അതായത് ഭൂമിയിൽ നിന്ന് എത്രത്തോളം ദൂരെ പോകണോ അത്രത്തോളം നമുക്ക് ഈ ആകർഷണവും ഭൂമിയുടെ ആകർഷണവും പിന്നെ ബാക്കിയുള്ളതായിട്ടൊരു കോണ്ടാക്റ്റിൻ്റെ ഒരു ഇതായിട്ട് വരും. അതും അതുവഴി ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും അതിൽ ഇതൊന്നും തള്ളുകയല്ല കേട്ടോ. അതാണ് ഇപ്പൊ പറയുമ്പോ സൂക്ഷിക്കണം. ഇയാൾ ഇനി ഒരു പുതിയ തള്ളുള്ളൂ, അതാണ് ഇപ്പൊ കമാൻഡിലൊക്കെ ആയിരിക്കും ഇത്. അല്ല പറയണത് വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധി ഉണ്ടാക്കാനായി ഭൂമിയിലുള്ള നിയമങ്ങളെ ഉപയോഗപ്പെടുത്തുക. അതിന് ഒരു ഈസോ അതിന് ബാധകമല്ല. ഒറ്റതേളു ശ്വാസം കഴിക്കുന്ന ആളാണോ, അപ്പൊ അതിന് അപ്പൊ സമൃദ്ധി വരും, സമ്പത്ത് വരും. നമുക്ക് കാലാകാലങ്ങളിൽ നമ്മളെ ജീവിതത്തിൽ നടക്കേണ്ടതൊക്കെ നടക്കണേ, കല്യാണം കഴിയണം, കുട്ടികൾ ഉണ്ടാകണം. അപ്പൊ അതൊക്കെ ഈ ഇതിലാണെങ്കിൽ നമുക്കത് നടക്കും. പിന്നെ എല്ലാ എങ്കിലും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കും. അതിന് പകരം ഇത് ഉപയോഗിക്കുകയാണ് സമൃദ്ധി ഇങ്ങനെ വരും. അത് നമ്മൾ സ്ട്രെയിൻ ചെയ്യണ്ട. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരം മേഖല അല്ലെങ്കിൽ തമിഴ്നാട് ആ മേഖലകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കൾ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മകനോ മകളോ വലിയ ആളാണെങ്കിൽ പോലും മരിച്ചാൽ വീടിനോട് ചേർന്ന് അടക്കം ചെയ്യുക. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഞങ്ങൾ അടക്കം മറവ് ചെയ്യുകയാണല്ലോ പതിവ്. അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഞങ്ങളുടെ പള്ളിയിലച്ചന്മാരൊക്കെ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ വീടിനടുത്ത് അടക്കല്ലേ, നിങ്ങൾ സെമിത്തേരിയിൽ അടക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിൽ വീടിനോട് ചേർന്ന് കല്ലറകൾ പണിയുന്നത് വീടിന് നെഗറ്റീവായിട്ട് ഭവിക്കുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ജീവനോടുള്ള പ്രശ്നവും. മരിച്ചവരെ പേടിക്കേണ്ടെന്നുള്ളതാണ്. ഒരു പേടിയും വേണ്ട, ജീവനുള്ളവരെയാ പേടിക്കണ്ടേ. ഇത് എന്താണെന്ന് അറിയോ, ഇത് സ്ഥലത്തിന്റെ അവൈലബിലിറ്റിയാണ് ഒരു കാര്യം. അപ്പൊ തിരുവനന്തപുരം ആ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് വീട് വെച്ച് താമസിക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിലാകുമ്പോ എന്താ അതിനനുസരിച്ചിട്ട് ഈ തെക്ക് വശം തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. തെക്ക് വശം നിയമപ്രകാരം എന്താണെന്ന് വെച്ചാല് മരണാനന്തര ക്രിയകൾക്കുള്ള സ്ഥലം എന്നാ പറയാ തെക്ക് വശം. അപ്പൊ ഈ തെക്ക് വശത്ത്
ഇപ്പോൾ ഹിന്ദു സിസ്റ്റത്തിലാണെങ്കിൽ ചിലവർ നമ്മളെവിടെയൊക്കെ പണ്ട് കാലത്ത് വീടിൻ്റെ വളപ്പം തന്നെ കത്തിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഈ തെക്ക് വശത്ത് അങ്ങനെ തന്നെ വീടിൻ്റെ വളപ്പം തന്നെ കുഴിച്ചിടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് നെഗറ്റീവ് എന്നൊന്നും പറഞ്ഞുകൂടാ. കാരണം രണ്ട് കാര്യമുണ്ട്. അത് പണ്ട് കാലത്ത് ഒരു സാധനമായിരുന്നു, ഇപ്പോഴും കുറേ ആൾ ഫോളോ ചെയ്യണം, അത്രയേ ഉള്ളൂ. അത് ഈ പണ്ട് ഇപ്പോൾ ഈ സെമിത്തേരിയിൽ കൊണ്ടുപോയിട്ട് ആകുക എന്നുള്ളത് ഈ തിരുവനന്തപുരം കന്യാകുമാരി ഭാഗങ്ങളിലേക്ക് ഒന്നും ആദ്യം അത്ര ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നു. അതായത് അവിടെ സെമിത്തേരികൾ ഇല്ലായിരുന്നു എന്ന്. അപ്പൊ ആ സമയത്ത് എന്തായി, ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായി, അയാളെ വീട്ടിന്റെ വളപ്പം തന്നെ അടക്കി. അത് കുറച്ചു കാലം കഴിഞ്ഞു, പള്ളികളായി സെമിത്തേരികളായി. എന്നിരുന്നാലും ചില ആളുകൾ, വീട്ടുകാര്, അഭിമാനികളായിട്ടുള്ളവർ, അവര് പറയും എന്റെ ഇമോഷണൽ നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു ഇതായി. ഇതെന്താണെന്ന് അറിയാം, ഈ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഈ കൂട്ടായ്മ വന്ന് പബ്ലിക്കായിട്ടുള്ള സെമിത്തേരി എന്നൊക്കെ ആയത് ഒരു കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പൊ അതിന്റെ ശേഷം ഇപ്പൊ കന്യാകുമാരി ആ ഭാഗങ്ങളിലൊക്കെ ഈ അടുത്താണ് ഇത്രയും ഇതായിട്ട് സ്പ്രെഡ് ആയത്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വീടൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ആ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ സെമിത്തേരി ഇല്ല. അപ്പൊ എന്താ, വീട്ടിന്റെ വളപ്പിൽ തന്നെയുള്ള ഇത്. അതും അവര് വാസ്തു നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ തെക്ക് വശത്താണ് അത് വെക്കുക. അപ്പൊ ഈ തെക്ക് വശം എന്ന് പറയുന്നത് മരണാനന്തര ക്രിയകൾക്കുള്ള സ്ഥലം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നെഗറ്റീവ് എന്ന് പറഞ്ഞുകൂടാ. ഇതിൻ്റെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വേറെ ഒരു സയൻറ്റിഫിക് സൈഡാണ്. ഈ കൺസെപ്റ്റുകൾ നെഗറ്റീവ് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനാണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ ഒരു. പിന്നെ അതുമാത്രമല്ല, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്താ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ ഈ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടി വേണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ളത് ഒരു പിതാവുണ്ട്. അപ്പൊ ആ ഒരു സ്ഥാനത്തേക്ക് എന്താണ് ഈ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെക്കാളും വലിയൊരു ഇതിനെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതായിട്ട്. അപ്പൊ അത് പോസിറ്റീവായിട്ടാണ് എടുക്കണേ, അതിനെ നെഗറ്റീവ് എന്ന് പറയില്ല. പക്ഷേ ഈ കാലഘട്ടം കഴിഞ്ഞു വരുമ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളാകുകയാണ്. അപ്പൊ സെമിത്തേരി, അതുകൊണ്ടാണ് ഇപ്പൊ അച്ഛന്മാർ പറയുന്നത് സെമിത്തേരി തന്നെ വെച്ചാൽ മതി എന്ന്. പിന്നെ ലോജിക്കലി സ്പീക്കിംഗ് ഇപ്പൊ ഒരു ജനറേഷൻ കഴിഞ്ഞ് ഒരു 3 ജനറേഷൻ കഴിയുമ്പോൾ ഈ മരിച്ച ആളോടുള്ള ഇമോഷണൽ കണക്ഷൻ ഇല്ലല്ലോ. അപ്പൊ ഇതൊരു വെറും സ്ഥലവും ഈ സ്ഥലത്തിന് റീസെയിൽ വാല്യൂ ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യം അല്ല. അതിനൊരു ഇത് പറയുന്നുണ്ട്, അത് ക്രിസ്ത്യാനിറ്റി തന്നെ പറയുന്നുണ്ട്. 7 വർഷം വരെയാണ് സൂക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാമെന്നാ. 7 വർഷം വരെയാണ് സാധാരണ പറയുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യാമെന്നാ. അല്ല, പക്ഷെ ചിലവരുണ്ട്, അത് നമ്മളെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. എന്താണ് സമാധി എന്ന് പറഞ്ഞിട്ട് കെട്ടിയുണ്ടാക്കിയിരുന്നു. അതുമാതിരി തന്നെ ജാറെന്ന് പറയും മുസ്ലിംസിലാണെങ്കിൽ. അല്ലെ പറയുന്നത്, ഇതൊക്കെ എല്ലാത്തിലും ഉണ്ട് അത്. അപ്പൊ അതിനൊരു പ്രാർത്ഥന കാര്യമാകുമ്പോൾ അതിൻ്റെ ആ പോസിറ്റീവ് സൈഡ് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് ഞാൻ ഇപ്പം കടക്കണില്ല. കാരണം അത് കുറച്ച് സയൻറ്റിഫിക്കലിയും പിന്നെ ആ സമൂഹത്തിൻ്റെ ഇതിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. കാരണം അത് കേരളത്തിലെ ഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങണയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മഞ്ഞ് വീഴുന്ന, അവിടെ ഫ്രീസ്ഡ് ആകുകയാണ് ചെയ്യുക. അതേ സമയത്ത് അറേബ്യൻ നാടുകളിലാണെങ്കിൽ ചൂട് കൂടുതലാണ്. അതിൽ നിന്ന് തന്നെ അത് വെന്ത് വെള്ളം വലിച്ചെടുക്കും. നേരെ മറിച്ച് കേരളത്തിലെ ഭൂപ്രദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം താഴ്ന്നയാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരങ്ങളുടെ ആ ഒരു അംശങ്ങൾ വെള്ളത്തിലേക്കൊക്കെ കളരാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഇതിൻ്റെ. അതല്ലാണ്ട് വിശ്വാസത്തിൽ ഒരു നെഗറ്റിവിറ്റി ഇല്ല, നല്ലതാണ്, അത് പോസിറ്റീവ് തന്നെയാണത്. പക്ഷെ ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടുത്തെ ഉള്ള കിണറിലൊക്കെ വെള്ളം കുഴിച്ചു കഴിഞ്ഞാൽ അതിനത് ബാധിക്കാൻ ഇതാവും. ഇപ്പോൾ ഇത് ആരും കുറ്റമൊന്നുമില്ല കേട്ടോ. ഓരോ ആ സ്ഥലത്തുള്ള ആചാരങ്ങളും അതിൻ്റെ ഇതിലും ഇതാക്കണേ. നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡ് എടുത്താൽ മതി. അതിൻ്റെ അപ്പോൾ എൻ്റെ അപ്പൻ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് കഴിഞ്ഞ് മേഘ പറഞ്ഞ മാതിരി തന്നെ ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ കഴിഞ്ഞ് മൂന്നാമത്തെ തലമുറയിലൊക്കെ അത് നിന്നോളുന്നില്ല. പിന്നെ ഇത് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ മാറി എല്ലാം ഒരു എന്താ പറയുക, ഒരു സിസ്റ്റത്തിലേക്ക് വരും അത്. അതാണ്. അപ്പം അതിൻ്റെ ഒരു കാലതാമസമേ ഉള്ളൂ. പക്ഷെ അതിനെ നെഗറ്റീവായിട്ട് കാണണ്ട. പകരം എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ എന്താണ്, അപ്പോൾ എന്താ പറയുക, നമ്മൾ ബഹുമാനം കൊടുത്തിട്ടാണല്ലോ ബഹുമാനം മേടിക്കുക. അപ്പം അതിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ എന്താ, അതിൽ നിന്നൊരു കുറേ പോസിറ്റിവിറ്റി വരും. നേരെ മറിച്ച് അതിനെ എതിർത്ത് അതിനെ മോശമാക്കി ചിത്രീകരിച്ച് അപ്പോഴാണ് എനർജി മോശമാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളാ കാഴ്ചപ്പാടാണ് അതിന് ഭംഗി. ഇപ്പോൾ വാസ്തുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത്രയേ ഉള്ളൂ. തെക്ക് വശം എന്നാണ് പറയുന്നത്. തെക്ക് വശത്ത് തന്നെയാണ് അതിന് പറയുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലുള്ള
എല്ലാ വീടുകൾക്കും തെക്കോട്ട് സ്ഥലം കൂടുതലൊക്കെ ആയിട്ട് പഴയ ആളുകളൊക്കെ കുറ്റിയടിക്കുമ്പോൾ അങ്ങനെയാണ് തെക്ക് കുറെ സ്ഥലം ഇട്ടിട്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മരണാനന്തര ക്രിയകൾക്കായിട്ട് അത് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ കുഴിച്ചിടുക എന്നുള്ളൊരു സിസ്റ്റം വന്ന് അതുമല്ല. പക്ഷെ ഇപ്പൊ ഈ കൊറോണ വന്നപ്പോൾ അതും തെറ്റിച്ചു കേട്ടോ. കൊറോണ വന്നപ്പോൾ കത്തിച്ചിട്ടുണ്ട്, ഇസ്ലാമിലും കത്തിച്ചിട്ടുണ്ട്, ക്രിസ്ത്യനിലും കത്തിച്ചിട്ടുണ്ട്. അപ്പൊ കാലഘട്ടം മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപ്ഡേഷൻ വരും. അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ പോസിറ്റിവിറ്റി ഇന്നാണ്, അതിനെടുക്കുക. ആർക്കും ഇല്ലാത്തവർക്ക് ഒരു തുണയല്ലേ അത്, അതല്ലേ? അപ്പൊ അതിന്റെ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അപ്പൻ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് പവറാണ്. അത് ഒരുപാട് പോസിറ്റിവിറ്റി എടുക്കും. അതുകൊണ്ട് അവന് വലിയ ആളാകാനും സഹായിക്കും, അല്ലേ? ഏറ്റവും പവർഫുൾ ആയിട്ട് യൂണിവേഴ്സിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ വിശ്വാസം. അതിൽ നിന്നാണ് എല്ലാം കയറുക. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം തരുന്ന സാധനമാണെങ്കിൽ അതിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാലോ. താങ്ക് യു വെരി മച്ച്. നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. താങ്ക് യു. ജയ് ഗർദേ. നന്നായി.